ദിയ കൃഷ്ണ, ഫേമസ് ആയിട്ടുള്ള നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളിലൊരാൾ. അവരാവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് പറയാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ വൈറലായത് അല്ലെങ്കിൽ വിവാദത്തിൽപ്പെട്ടത് അവരുടെ ബിക്കിനി ഫോട്ടോഷൂട്ട്. അതായത് ഗർഭവതിയായി നിന്നുകൊണ്ട് അവർ കാണിച്ചൊരു ഫോട്ടോഷൂട്ടാണ്. ഇത് ബിക്കിനി ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിവേ എന്തായാലും വയറെല്ലാം കാണിച്ച് നല്ല വൃത്തികേടായിട്ടുള്ളൊരു ഫോട്ടോ. അത് പിന്നെ അവരുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. അവരെന്തായാലും നാട്ടുകാരെ മുഴുവൻ കാണിച്ചു. അതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങളിലേക്ക് എത്തി. പക്ഷേ അതൊക്കെ നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. ബട്ട് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ ഷെയർ ചെയ്തൊരു പോസ്റ്റ്, അതായത് ടെററിസത്തെക്കുറിച്ച് ഒരാൾ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത്. അതിൻ്റെ ലാസ്റ്റ് വേക്കപ്പ് ഹിന്ദുസ് ആ പോസ്റ്റ് ഷെയർ ചെയ്തു. അതുകൂടാതെ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് ദിയാകൃഷ്ണ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് വേക്കപ്പ് ഹിന്ദുസ്. എന്താണ് ദിയാകൃഷ്ണ ഉദ്ദേശിച്ചത്? ഇത്രയും തരംതാണ് എങ്ങനെയാണ് ദിയാകൃഷ്ണയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്? കുറച്ചൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത്, ദിയാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എക്സ്പോസീവ് ആകാൻ ഇഷ്ടമാണ്. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്തും പറഞ്ഞു ഞാൻ എന്തും കാണിക്കും എന്നൊരു അരഗൻ രീതിയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതങ്ങനെ ഇത് കളി മാറി. കാരണം പെഹൽഗാം ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. തീവ്രവാദത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഈ പറയപ്പെടുന്ന മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊരു തീവ്രവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം നീ മുസ്ലിം ആണോ, അല്ലെങ്കിൽ നീ കർമ്മയോ കാമിലയോ ഏതാണ്ടൊക്കെ ചോദിച്ചിട്ടാണ് നീ കരിമയാണോ എന്ന് ചോദിച്ചിട്ടാണ് അതറിയില്ല എന്ന് പറഞ്ഞവരെയാണ് വെടിവെച്ചിട്ടത്. സോ നീ മുസ്ലിം ആണോ എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിവേ എന്തായാലും ഹിന്ദുക്കളെ അല്ല അവർ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ ആക്രമിച്ചിരുന്നത്. അതിനർത്ഥം ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ വാർത്തയും കൂടെ സ്പ്രെഡ് ചെയ്യണം. അതായത് മുസ്ലിംസിനെ അല്ല ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടാണ് അവരിത് ചെയ്തതെന്ന്. സോ വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദിയാകൃഷ്ണ ഉദ്ദേശിച്ചത്? ദിയാകൃഷ്ണ വളരെ മാന്യമായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിനൊരു എക്സ്പ്ലനേഷൻ തരാനുള്ള ബാധ്യത ദിയാകൃഷ്ണയ്ക്കില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭീകരർ എന്താണോ ഉദ്ദേശിച്ചത് അതിനൊരു സബോർഡിനേറ്റ് കേരളത്തിലിരുന്നൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരെ പോലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, ശരിക്കും ഇവരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം സ്റ്റാർഡമുള്ളൊരു വ്യക്തിയുടെ മകളാണ്. അവർക്ക് തന്നെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്. അവർ സെൽഫായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടേതായ കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആരാധകരുള്ളതുമായിട്ടുള്ളൊരു, അതായത് 4 പെൺമക്കളിലുണ്ട്. ആ പെൺമക്കളിൽ എല്ലാവരും തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളിൽ അഭിമാനിക്കാനുള്ളപ്പോഴും ഒരിക്കലും ആരും ചിന്തിച്ചില്ല. അതായത് നമ്മളെപ്പോഴും കാര്യമായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ, നമ്മുടെ ഇടയിൽ ഈ ഒരു ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ല, പറയില്ല. എന്താണോ ആ വ്യക്തി അത് മാത്രമേ നോക്കുകയുള്ളൂ എന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയുന്നൊരു കാര്യം. അപ്പം പല രീതിയിലും പല കോണുകളിൽ നിന്നും ഈ കേരളത്തിലുള്ള മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ പല ശ്രമങ്ങളും നടന്നിട്ട് പോലും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇതൊന്നും ഇവിടെ ഏശില്ല എന്ന് പറയുന്ന ആ സമയത്താണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ഒരാൾ, അതും അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരാൾ, തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നല്ല മെസ്സേജ് ആണെങ്കിലും മോശം മെസ്സേജ് ആണെങ്കിലും. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ മനുഷ്യ ജീവനാണ്. അതായത് ശാരിക, മേജർ രവി അടക്കം പറഞ്ഞിട്ടുണ്ട് അവരുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടാവണം. അതായത് ഹിന്ദുസിനെ തെരഞ്ഞു പിടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ഹിന്ദു മുസ്ലിം റയറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഭീകരർ ഉദ്ദേശിച്ചു. ഏതാണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിപ്പോയി ആ പോസ്റ്റ്. അതിന് ഒരുപാട് വിമർശനങ്ങൾ വന്നു. അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോഴായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള. അതെ. കാരണം എന്തും പോസ്റ്റ് ചെയ്യാം എന്നൊരു അഹങ്കാരമുള്ള ആൾക്കാരുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറേയധികം ആൾക്കാർ വന്ന് വളരെ വിമർശനങ്ങൾ ഇടിക്കും. അതിനെതിരെ അവർ ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ടിരുന്ന് ലൈവൊക്കെ ഇടുകയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് മെഴുകുകയാണ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനല്ല, ഇവർ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു വിമർശനങ്ങൾ ഇവർ കേട്ടിരുന്നു. തീർച്ചയായിട്ടും ഇവര് വ്യാപാരിയും കൂടല്ലേ, ഇവര് മറ്റേ ജ്വല്ലറി ചെയ്യുന്ന ആള്. അപ്പൊ അങ്ങനെ ഭയങ്കര ഇവര് പറയുന്ന ഒറിജിനൽ സാധനങ്ങളല്ല കൊടുക്കുന്നത്. ജ്വല്ലറി മാത്രമല്ല, എനിക്കൊന്ന് സാരി അങ്ങനെ അതായത് ഓൺലൈൻ ബിസിനസ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതുപോലെ ക്ലോത്തിങ്ങും ജ്വല്ലറിയൊക്കെ. സോ അതിനെതിരെ തന്നെ ആദ്യം കുറേയധികം ആൾക്കാർ വിമർശനമായി രംഗത്ത് വന്നിരുന്നു. റീഫണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇഷ്യൂ ആണ്. സാധനം മേടിക്കുമ്പോൾ മാത്രമേ ഭയങ്കര താല്പര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് കോൺടാക്ട് ചെയ്താൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ പോസ്റ്റുകൾ ഇട്ട് വെറുപ്പിക്കാൻ തുടങ്ങിയത്. ശരി, പോസ്റ്റുകൾ അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്ടമാണ്, നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. ബട്ട് ഇത് കാണുന്നത് നമ്മളാണല്ലോ, അതെനിവേ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രത്യേകതയാണ്, നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, പ്രത്യേകിച്ച് ഇതുപോലെ തീവ്രവാദ ആക്രമണങ്ങൾ, ക്രിക്കറ്റ്, പ്രളയം, രോഗം, കൊറോണ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ബുദ്ധനെന്നോ ജൈനെന്നോ ഒന്നുമില്ല.
നമ്മൾ അപ്പോൾ ഒന്നിക്കും, നമ്മളെല്ലാവരും ഒറ്റ ആൾക്കാരാണ്, നല്ല അനുഭവം ഉള്ളവരുമാണ്, നമ്മൾ അനുഭവമുള്ളവരാണ്. ഇപ്പം 2015 പ്രളയം വന്നപ്പോൾ നമുക്കറിയാം, ജാതി മത ഭേദമന്യേ പള്ളികളിൽ നിസ്കരിക്കാൻ, അമ്പലങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക, ക്രിസ്ത്യൻ പള്ളികളിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ആൾക്കാരുകളെ മുസ്ലിം മോസ്കുകളിൽ വന്ന് താമസിപ്പിക്കുക, ഷെൽട്ടർ കൊടുക്കുക. ഇതെല്ലാം കേരളം കണ്ടിരിക്കുന്ന ഒരു കാര്യം. ആ കേരളത്തിൽ, ഇത്രയും പ്രബുദ്ധമായ ഒരു കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള, പ്രത്യേകിച്ചും BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് തോറ്റ ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. സോ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ, അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആ പാർട്ടിയുടെ അനുഭാവികൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയൊക്കെ പ്രശസ്തരായിട്ടുള്ള, സിനിമയായിട്ടും പൊളിറ്റിക്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രശസ്തരായിട്ടുള്ള ആളുടെ മക്കൾ, ആ മക്കൾ അവരുടേതായ തലത്തിൽ, സിനിമയായാലും ഡാൻസ് ആയാലും വ്ളോഗിങ് ആയാലും വ്യാപാരം ബിസിനസ് മേഖലയിലായാലും തകർത്തുകൊണ്ടിരിക്കുന്ന, അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാനുള്ളൊരു മനസ്സ് എങ്ങനെ വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വേക്കപ്പ് ഹിന്ദുസ്, വൈ ദിയാകൃഷ്ണൻ, എന്താണ് നിങ്ങളത് ഉദ്ദേശിച്ചതിൻ്റെ? നിങ്ങളതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഹാനകൃഷ്ണ ഒരു സംഭവം, അതായത് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സംഭവം ഉണ്ടായപ്പോൾ, അലിഗേഷൻ ഉണ്ടായപ്പോൾ, ഒരു വ്യക്തമായിട്ട് അവരൊരു നോട്ടിട്ട് അവരുടെ കാര്യങ്ങൾ, കുറിപ്പടികൾ കൊടുത്ത് 5-6 പേജുള്ള എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിരുന്നു. അതിനുശേഷം ഓപ്പോസിറ്റിൽ നിന്ന് ആൾ നിഷ്പ്രഭയായിപ്പോയി, പിന്നെ അതൊരു അലിഗേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ന്യായം അത് ഹാനകൃഷ്ണയുടെ ഭാഗത്തായിരുന്നു. എന്തുകൊണ്ട് ദിയാകൃഷ്ണൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല? സോ നിങ്ങൾ കടന്നു പോകുന്ന ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളൊരു നമ്മുടെ നാട്ടിൽ വളരെ നമുക്കൊരിക്കലും മറക്കാനാവാത്തൊരു പിക്ചറാണ് വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിൻ്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രം. ഒരിക്കലും നമുക്കത് ഇന്ത്യക്കാർക്ക് ജീവനുള്ളിടത്തോളം കാലം അത് മറക്കാൻ പറ്റില്ല. വെദർ ഹീസ് എ മുസ്ലിം ഓർ എന്ത് റിലീജിയനും ആയിക്കോട്ടെ, നമ്മൾ ഹിന്ദുസ്ഥാനികളാണോ, നമുക്കത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, രാജ്യം സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ, ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത്, ട്വിറ്ററിൽ വന്ന ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരാളുടെ താഴെയാണ് വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യക്കാരെ ദിയാകൃഷ്ണയ്ക്ക് ഹിന്ദുസ് എന്ന് അഭിസംബോധന ചെയ്യാൻ സാധിച്ചത്? വി ആർ ഹിന്ദുസ്ഥാനീസ്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ ഇന്ത്യ എന്നാണ്, ഭാരതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് നിങ്ങൾ എന്താണ് ഹിന്ദുസ് എന്ന് ഉദ്ദേശിച്ചത്? നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്നൊരു എക്സ്പ്ലനേഷൻ നോട്ട് ഇട്ട് തരണമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റുകളോട് ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് കമന്റ്സ് വരുന്നത്. പക്ഷേ ഇങ്ങനെ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മതാധിഷ്ഠിത രാജ്യമല്ല, അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന രാജ്യങ്ങൾ നമുക്കറിയാം അല്ലെ. പുറത്ത് അഫ്ഗാനിസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന രാഷ്ട്രങ്ങളാണ്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അപ്പോൾ ഒരുമിക്കും, നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കും. അതിൽ നമ്മൾ മതം നോക്കില്ല. 100% ഉറപ്പാണത്. അതിലൊരു സംശയമില്ല. അക്കൂട്ടത്തിലാണ് ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം എന്ന പ്രബുദ്ധ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനൊരു കമന്റ്, ഇങ്ങനൊരു സെലിബ്രിറ്റിയിൽ നിന്നുണ്ടായത് വളരെയധികം ഖേദിക്കുന്നു. അതിനൊരു കാരണം പറയപ്പെടേണ്ട ഉത്തരവാദിത്വം ദിയക്കില്ലേ? പക്ഷേ അതിനൊരു കാരണമൊന്നും പറയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെയാണ് കുറച്ച് പോസിറ്റീവ് കമന്റ്സ്, അല്ലെങ്കിൽ കുറേ ഹിന്ദുസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റ് ഒരു പക്ഷേ ഇട്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതായത് തന്നെ കൊണ്ടാവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നാട്ടിലൂടെ ഇവിടെയാണ് ആ ഒരു പ്രശ്നം നിലവിൽ നിലനിൽക്കാത്തത്. എന്ത് ഈ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്പർദ്ധയോ ഒന്നും ആരെങ്ങനെ നോക്കിയാലും ഇവിടെ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞാൽ കലങ്ങുന്നില്ല. ഇവിടെ അതൊന്ന് കലക്കി നോക്കിയതാണ്, ശ്രമിച്ചതാണ്. പക്ഷെ അതെന്താണെങ്കിലും വർക്കൗട്ട് ആയില്ല. പക്ഷെ ദിയാകൃഷ്ണയെ പോലെ ഇത്രയും സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട്, അത്യാവശ്യം നല്ല ലോക പരിചയമുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, സമൂഹവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത് വെദർ ഇറ്റ് ഈസ് എന്താ ഹിന്ദു മാത്രമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുക, അവരുടെയൊക്കെ പൈസ വാങ്ങുകയും ചെയ്യുന്നില്ലേ? പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ അത് കേരളത്തിലുള്ളവരെ മാത്രമല്ല, നമ്മൾ എല്ലാ ഇന്ത്യക്കാരെയും ചേർത്താണ് പറയുന്നത്. അതിനകത്ത് ജാതിയോ മതമോ പറയേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ദിയാകൃഷ്ണയെന്നല്ല, ആർക്കും അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദിയാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനെ പറ്റി തന്നെയാണ് കാണിക്കാനുള്ളത്, അല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം ദിയാകൃഷ്ണൻ എന്തിനത് പറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷനോടുകൂടി നിങ്ങൾ വരേണ്ടതാണ്. നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യാമെങ്കിൽ, അതായത് ഇന്ത്യയിൽ ഇങ്ങനൊരു തീവ്രവാദ ആക്രമണം, അതിൻ്റെ പേരിൽ 27 ആൾക്കാരോളം ജീവൻ നഷ്ടപ്പെടുകയും അത് വല്ലാത്ത ഒരു തീരാവേദനയായി ഇന്ത്യയിൽ മാറുകയും, അത് അങ്ങനെ ആ ഒരു വാർത്തകൾ ഇവിടെ നടക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് അത് ഷെയർ ചെയ്തു അപ്പുറം നിങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു റൈറ്റപ്പ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേക്കപ്പ് ഹിന്ദുസ് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളൊരു കാരണം, അതിൻ്റെ ഒരു റീസൺ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളത് പറയാൻ ബാധ്യസ്ഥയാണ്. എന്തിനാണ് നിങ്ങളത് ചെയ്തതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ട്രൂ ഇന്ത്യൻ അല്ല എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം നിങ്ങളൊരു കേരളീയാണ്, അതുകൂടാതെ നിങ്ങൾ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്ഥിതി ഇതായിരുന്നു, ഇത്രയും നാരോ മൈൻഡഡ് ആയിട്ടുള്ള, ഇത്രയും വൃത്തികെട്ട ഒരു മനസ്സിനുടമയായിരുന്നു ദിയാകൃഷ്ണ ആയിരുന്നു എന്നാണ് നമ്മളുടെ
ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പറയാനുള്ള ബാധ്യത ദിയാകൃഷ്ണയ്ക്കുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇതെല്ലാം ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാമെങ്കിൽ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു റൈറ്റ്, ഒരു ബോധം അല്ലെങ്കിൽ ഒരു പൗരാവകാശം നമ്മൾക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും ദിയാകൃഷ്ണയും ഫാമിലിയും ഇതിനൊരു മറുപടിയുമായിട്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു മറുപടി പോസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും അങ്ങനെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലവാര തകർച്ചയാണെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കരുതേണ്ടി വരും.